പെണ്ണും പൊറാട്ടും രാജേഷ് മാധവൻ്റെ സംവിധാനത്തിൽ കഴിഞ്ഞയാഴ്ച വന്ന പെണ്ണും പൊറാട്ടും എന്ന സിനിമ കണ്ടു. പടത്തിൻ്റെ പേരിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു പെണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ള ഡ്രാമാറ്റിക്കായ സംഭവ വികാസങ്ങളാണ് സിനിമയിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത്. കൂടാതെ സിനിമയുടെ മറ്റൊരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പട്ടിയുമാകുന്നു. ആ നായയുടെ കാഴ്ചപ്പാടിലൂടെയും കൂടിയാണ് പടം തുടങ്ങുന്നതും പലയിടങ്ങളിലും സിനിമ കഥ പറഞ്ഞു നീങ്ങുന്നതും. ആ ഒരു പട്ടി ചിന്തിക്കുന്ന രീതിയിൽ കൂടിയാണ് സിനിമ മൊത്തത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതും. ഈ ആധുനിക കാലത്തെ പട്ടട എന്നൊരു സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ദിവസത്തെ സംഭവമാണ് ഇവിടുത്തെ കഥയുടെ മെയിൻ എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ സദാചാര ബോധത്തെയും പരസ്പരം അവരവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുവാനുള്ള മനോഭാവവും ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. പട്ടികൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്തെടുക്കുവാൻ കഴിയും എന്നൊരു തോട്ടും പടത്തിൽ വരുന്നു. പടത്തിലെ ഭൂരിപക്ഷം അഭിനേതാക്കളും പുതിയ ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും തന്നെ കിടിലൻ പെർഫോമൻസ് തന്നെ തന്നു. മാഷായി വന്ന ആളും കുമാറായി അഭിനയിച്ച നടനും ചാരുവായി വന്ന റെയ്നയും വൈദ്യനായി വന്ന നടനും അമ്മ വേഷങ്ങളിൽ എത്തിയ നടിമാരും അച്ഛന്മാരായി വന്നവരും ബാക്കി നാട്ടുകാരും ബാബുരാജും ഷാരുവിൻ്റെ കൂട്ടുകാരിയും പിന്നെ ഒടുവിൽ വരുന്ന സംവിധായകൻ രാജേഷ് മാധവനും ഒക്കെ തന്നെ ഓർമ്മിക്കത്തക്ക പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. വളരെ റിയലിസ്റ്റിക് രീതിയിലാണ് പെണ്ണും പൊറാട്ടും കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അതും നർമ്മത്തിൽ ചാലിച്ചാണ് രാജേഷ് മാധവൻ പറഞ്ഞിരിക്കുന്നതും. പട്ടിയുടെയും മനുഷ്യൻ്റെയും തോട്ട് പ്രോസസ്സ് തന്നെ ഹൈലൈറ്റ് ചെയ്തും സിനിമ പലയിടങ്ങളിലും കഥ പറയുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ കിംവദന്തികളെ തുടർന്ന് ഒരു ഗ്രാമത്തിൽ ഒരു യുവതിയും ഒരു വളർത്തുനായും പൊതുജനങ്ങളുടെ കോപത്തിന് ഇരയാകുന്നതാണ് മൊത്തത്തിലുള്ള ഒരു സന്ദർഭം. അവിഹിതം, തിങ്കളാഴ്ച നിശ്ചയം എന്നീ സിനിമകളെ പലയിടത്തും ഈ സിനിമയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലൂടെയും ക്ലൈമാക്സിലൂടെയും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചു കാട്ടിക്കൊണ്ട് അദ്ദേഹം സിനിമയുടെ രാഷ്ട്രീയം വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. മൊത്തത്തിൽ പെണ്ണും പൊറാട്ടും ഒരു പുതിയ ചിന്തയിൽ വന്ന ഒരു കുഞ്ഞു ഫീൽ ഗുഡ് പടമാകുന്നു. കണ്ടിരിക്കാം, തരക്കേടില്ല.